ഹലോ ഹായ്. നമുക്ക് സിമ്പിളായിട്ടൊരു മത്തിമുളക് ഇട്ടതെന്ന് കണ്ടാലോ? എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ ഇതിലെങ്ങനെ വെക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ ആദ്യം തന്നെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് തന്നെ എടുക്കുക. നല്ല പഴുത്ത തക്കാളി കട്ടാക്കി ഇട്ട് കൊടുത്തതും 3 പച്ചമുളകും ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും ഇട്ട് കൊടുക്കുക. ഞാൻ ഒന്നങ്ങനെയാണ് പുളി ഇട്ട് കൊടുക്കുന്നത്, അതായത് പിഴിഞ്ഞൊഴിക്കല്ല കേട്ടോ. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ആയതിനു ശേഷം ഞാനതൊന്ന് മാറ്റി കൊടുക്കാറാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊക്കെ നന്നായി ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതെന്തൊക്കെയെന്ന് വെച്ചാൽ ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് എത്രയാണോ ഇതിലെ മുളകിട്ട വെള്ളം വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശമൊക്കെ തിളച്ച് വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫിഷും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നാക്കി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഫിഷൊക്കെ വെന്ത് വന്നതിന് ശേഷം മുകളിൽ പച്ച വെളിച്ചെണ്ണ നന്നാക്കി ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യുക കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കുക. മൺചട്ടിയിൽ തന്നെ ആയതുകൊണ്ട് നമ്മളെ മീൻ കറീൻ്റെ തിള പോവില്ല, കുറച്ച് നേരം അതിൽ ചൂട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഈ മീൻ മുളകിട്ടത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, ശരി.